ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്ലാസീസ് വേൾഡ്. ക്ലാസീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു സുഗിയൻ ഉണ്ടാക്കി നോക്കാന്ന് വിചാരിച്ചു. ഇതുവരെ ട്രൈ ഒന്നും ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ നമ്മളിത് നല്ല ചെറുപയർ ഉണ്ടല്ലോ, അതെടുത്തിട്ട് വേവിക്കാൻ വെക്കാൻ പോവാണ്. അപ്പൊ നമ്മള് ഈ ചെറുപയറിനെ വേവിക്കാൻ പോവാണ്. നമുക്ക് വേവിക്കാം ബബ്ലോ. അപ്പൊ നമ്മളിത് കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിൽ നമുക്ക് ചെറുപയർ കുറച്ചെടുക്കണമല്ലോ. വൈകുന്നേരത്തെ ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മള് കുറച്ച് ചെറുപയർ നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുക. അത് ബബ്ലാണ് ഇട്ട് കൊടുക്കുന്നത്. അതെ, ഇത്ര കുറച്ച് എടുക്കുന്നുള്ളൂ. കുറച്ചുകൂടെ ഇടാം. ഓക്കെ, അപ്പൊ അതെ ഇവിടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതെന്താണ് പിന്നെ ചെറുപയർ എന്താണ് ഉണ്ടാക്കാം. ചെറുപയർ തന്നെ ഇതിന് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് കാണിച്ചു തരാം. നമ്മളപ്പോ ചെറുപയർ വേവിക്കാൻ വെച്ചാൽ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ശർക്കര ഉരുക്കിയെടുക്കണം. അതിൻ്റെ ഒരു വെള്ളം കിട്ടണം നമുക്ക്. ശർക്കര 2 ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം കൂടി ഉണ്ടായിരുന്നു, അപ്പൊ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട്, ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പൊ നമുക്ക് ശർക്കരപ്പാനി കിട്ടും. ഓക്കെ, നമ്മുടെ ചെറുപയർ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരു പാനിലേക്ക് മാറ്റാം. അതുപോലെ ശർക്കരപ്പാനിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിനെ ഡ്രൈ ആക്കി എടുക്കണം, നമ്മൾ വെള്ളം വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതാണ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 4 വിസിലോളം അടുപ്പിച്ചു കേട്ടോ ഈ ഒരു ചെറുപയർ വേവിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചെറുപയർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉച്ചയ്ക്കാണ് ഉണ്ടാക്കണമെന്ന് വെച്ചെങ്കിൽ രാവിലെ ഒക്കെ ആയിട്ട് കുറച്ചെടുത്തിട്ട് ഒരു ചൂട് വെള്ളത്തിൽ കേസറോളിൽ എങ്ങാനും അടച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ടൈറ്റുള്ള ഏതെങ്കിലും ഒരു കണ്ടെയ്നറിൽ നമ്മൾ ആക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂട് വെള്ളത്തിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ 1-2 വിസിലിൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ കടലയാണെങ്കിലും നമ്മൾ തലേ ദിവസമൊക്കെ ഇട്ട് വെക്കില്ലേ, അതിന് പകരം രാവിലെ തന്നെ എടുത്തിട്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോളം നമ്മൾ ചൂടുവെള്ളത്തിൽ കേസറോളിലൊക്കെ അടച്ചു വെച്ച് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ഇതുപോലെ വെന്ത് കിട്ടും. അപ്പൊ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നന്നായിട്ട് ഇതിനെ വറ്റിച്ചെടുക്കണം. ആ ഒരു വെള്ളത്തിൽ നിന്ന് വറ്റിച്ച് ഇത് ഭയങ്കര ഡ്രൈ ആക്കി മാറ്റിയെടുക്കണം. എന്നിട്ട് നമുക്കിതിനെ ഉരുളാക്കി എടുക്കാനുള്ളതാണ്. ഇതിന്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അവിലോ അല്ലെങ്കിൽ പഴം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ എന്തായാലും ഇത് മാത്രമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഒരെണ്ണം സെപ്പറേറ്റ് ഒരു പഴം കൂട്ടിയിട്ടും കൂടി ചെയ്യുന്നുണ്ട്, എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ നമുക്ക് ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് മൈദപ്പൊടി ഒരു 3 ടേബിൾ സ്പൂണോളം നമ്മൾ എടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ എടുക്കാം അല്ലേ. ഇനി 3 ടീസ്പൂൺ ഇങ്ങനെ എടുക്കുമ്പോൾ പെട്ടെന്ന് അതിൽ പകുതി പോകുന്നുണ്ട്. അപ്പം അത് 1 ടീസ്പൂൺ കൂടെ ഇട്ടു. അപ്പം ശരിക്കും പറഞ്ഞാൽ 3 ടീസ്പൂൺ മതി. പിന്നെ നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. റൈസ് ഫ്ലോറും കൂടി എടുക്കുന്നുണ്ട്. റൈസ് ഫ്ലോറും കൂടി എടുക്കുന്നുണ്ട് ഞാൻ. ഇതും ഒരു 2 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ നമുക്ക് വേണ്ടത്. മതി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിടണം നമുക്ക്. കൂടുതലൊന്നും അറിയില്ല. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇടണം. നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇടണം. അപ്പോൾ ഇത് ഇത്രത്തോളം മഞ്ഞപ്പൊടി എടുക്കുന്നുണ്ട്, കാണുന്നില്ലേ? കുറച്ച് അതും കൂടി ഇട്ട് കൊടുക്കാം, കളർ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഇതിനെ എന്താ പറയുക, കുറച്ച് വെള്ളം ചേർത്തിട്ട് ഈ ബാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ സ്റ്റാൻഡ് കേട് വന്നതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഇതിൽ വെച്ച് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ചിലപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ ചിലപ്പോൾ താഴത്തേക്ക് വീഴും. അപ്പോൾ എന്തായാലും ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും
മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. നമുക്ക് അടിപൊളിയാക്കണം എന്തായാലും യൂട്യൂബ്. അപ്പൊ എന്തായാലും നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ചേർക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ മതി. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ ചെറിയൊരു തിക്നെസ് ഉണ്ടാവുള്ളൂ നമ്മുടെ ഇത് വേടിക്കുമ്പോ ഒക്കെ സുഖിയന്. അപ്പോൾ ലൂസ് കൺസിസ്റ്റൻസി കിട്ടണം. മഞ്ഞപ്പൊടി, അപ്പോൾ നന്നായി വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അത്രേ ചെയ്യേണ്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഇതിനെ റെഡി ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇത് തിന്നാനായിട്ടില്ല, ഇത് ബാറ്ററാണ്. ഇത് നമ്മള് മാവാണ് മുക്കാനുള്ളതാട്ടോ പൊന്നു. ഇത് റെഡി ആയിട്ടില്ല പൊന്നു. അപ്പൊ നമ്മള് ബാറ്ററി റെഡി ആക്കിയിട്ട് ബാറ്ററി ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ലൂസ് കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതോടെ ഇരിക്കട്ടെ. ഇതായിട്ടില്ല മോനെ, അമ്മ അത് റെഡി ആക്കിയിട്ട് തരാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഇത് ചൂടാറിയിട്ടുണ്ട്, ഡ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഈ ഒരു തേങ്ങ ഇട്ട് കൊടുക്കാൻ പോവാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചൂടാണ് കുഞ്ഞോ, ഒന്നും എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല ഇവളായിട്ട്. ഓക്കെ, നമുക്കിത് ഉരുള ഉണ്ടാക്കണം. അപ്പൊ ഞാൻ ഉരുള ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമുക്ക് ഉരുള ഉണ്ടാക്കാം. ചെറിയ ഉരുളകളാക്കണ്ട ചെയ്യുന്നത്. അപ്പം നമുക്ക് ഓരോ ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ മാറ്റി വെക്കാം. അപ്പോൾ ഒരു സെറ്റ് നമ്മളെ ബനാന പഴം ഇടാത്ത നമ്മളൊരു സെറ്റ് ആട്ടോ ഇത്. ഇനി ഞാൻ പഴം കൂടി ഇട്ടിട്ട് വേറൊരു ഉരുളയുടെ സെറ്റ് വേറെ മാറ്റി വെക്കാനാണ് വിചാരിക്കണേ. അപ്പോൾ നമ്മൾ അടുത്ത സെറ്റ് ഉരുളാക്കിയിട്ട് ഇടാണ് പഴം കൂട്ടിയിട്ടുള്ളത് കേട്ടോ. എന്ത് ഐസാ? അപ്പൊ ഇത് പഴം കൂടിയും ചേർത്തിട്ടുള്ള ഉണ്ടകളാണ്. ഇത് പഴം ചേർക്കാതെ ഉണ്ടാക്കിയത്. ഇതിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഏലക്കായപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ക്യുമിൻസിന്റെ പൊടിയും നല്ല ജീരകത്തിന്റെ പൊടിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ചെയ്യാനും. ഞാൻ പെട്ടെന്ന് മറന്നു പോയതാണത്. അപ്പോൾ ഇത് രണ്ടും മാത്രമായിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് എന്തായാലും ഈ ബാറ്റർ ഇവിടെ നമ്മൾ ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ മുക്കിയിട്ട് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അതിൽ ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം. നമുക്ക് നോക്കാം. അപ്പോൾ അതേ നമ്മുടെ എണ്ണ ചൂടായി വരുന്നുണ്ട്. ഞാൻ ഇവിടെ ബാറ്റർ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓരോന്നായിട്ട് മുക്കിയിട്ട് നമുക്കിത് വറുത്തെടുക്കാം കേട്ടോ. ഓക്കെ, ഇതിന് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് നമുക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം.
നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇവിടെ ആയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് പറയാം. ഇങ്ങനെ ഞാൻ എല്ലാതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. നമുക്ക് കേസറോളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കഴിച്ചു നോക്കണം. ഞാൻ കഴിച്ചു നോക്കി, എല്ലാവരും കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനും കഴിച്ചിട്ട് കാണിച്ചതാ. ഇഷ്ടമായി. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് സുഖമായിട്ട് ഈസി ആയിട്ട് വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.